തിരുവനന്തപുരം ആറ്റുകാലിൽ വർക്കല സ്വദേശിനി ആരതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഗുരുതരാരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. സ്വകാര്യ ബാങ്കിൽ മാനേജറാണെന്ന് നുണ പറഞ്ഞാണ് ആരതി അതുൽ ശ്രീകുമാർ വിവാഹം കഴിച്ചത്. 50 പവൻ സ്വർണം നൽകിയായിരുന്നു വിവാഹം. എന്നാൽ മാസങ്ങൾ കൊണ്ട് ഈ സ്വർണം മുഴുവൻ അതുൽ വിവിധയിടങ്ങളിലായി പണയം വെച്ചു. കാർ വാങ്ങുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്ത പ്രതി കൂടുതൽ പണത്തിനും സ്വർണത്തിനും വേണ്ടി ആരതിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. താൻ ആരതിയെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് അതുൽ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അതുൽ സ്ഥിരമായി മർദ്ദിക്കുമായിരുന്നുവെന്നും ഒന്നിച്ച് ജീവിക്കാൻ ഇനി സാധിക്കില്ല എന്നുമാണ് ആരതിയുടെ ആത്മഹത്യാ കുറിപ്പിലുള്ളത്. അതിലിന് മറ്റൊരു സ്ത്രീയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ ചൊല്ലിയും ദമ്പതിമാർക്കിടയിൽ തർക്കങ്ങളുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ അതുലിനെ റിമാൻഡ് ചെയ്തു. അതുലിനെ നേരത്തെ കൊല്ലം സ്വദേശിയായ മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ചിരുന്നതായാണ് ആരതിയുടെ കുടുംബം പറയുന്നത്. എന്നാൽ അതിലും നല്ല ബന്ധം കണ്ടതോടെ അതുൽ ആ വിവാഹം വേണ്ടെന്ന് വെച്ചു. ഇതിൽ മനംനൊന്ത് ആദ്യത്തെ പെൺകുട്ടി ജീവനൊടുക്കി. ഈ സംഭവത്തിന് ശേഷമാണ് ആരതിയെ വിവാഹം ആലോചിക്കുന്നത്. അതുൽ പ്രമുഖ സ്വകാര്യ ബാങ്കിൽ മാനേജറാണെന്ന് കുടുംബത്തെ അറിയിച്ചിരുന്നു. എന്നാൽ വാഹന വായ്പയുമായി ബന്ധപ്പെട്ട താൽക്കാലിക ജോലിയാണെന്ന് പിന്നീട് വ്യക്തമായി. ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്ന ആരതിയുടെ അച്ഛൻ 20 ലക്ഷം രൂപ വായ്പയെടുത്താണ് വിവാഹം നടത്തിയത്. 50 പവൻ സ്വർണം നൽകിയത് മുഴുവൻ അതുൽ പണയം വെച്ചു. അതിൽ നിന്ന് 10 ലക്ഷം രൂപ കൊണ്ട് പുതിയ കാർ വാങ്ങി. ഈ പണം ഉപയോഗിച്ച് നിരന്തരം വിനോദയാത്രകൾ നടത്തി. ഒടുവിൽ കെട്ടുതാലി മാത്രമാണ് ആരതിയുടെ പക്കലുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആരതിയുമായി സ്ഥിരം വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. കടുത്ത മദ്യപാനിയായ അതുൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന വിവരം ആരതി വീട്ടിലറിയിച്ചു. വീട്ടിലേക്ക് തിരികെ വരാൻ ആവശ്യപ്പെട്ടെങ്കിലും അതുലിനെ അത്രയും സ്നേഹിച്ചതിനാൽ വീട്ടിലേക്ക് വരുന്നില്ലെന്നായിരുന്നു ആരതിയുടെ നിലപാട്. താൻ ആരതിയെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് ഭർത്താവ് അതുൽ പോലീസിനോട് സമ്മതിച്ചു. അതുൽ സ്ഥിരമായി മർദ്ദിക്കുമായിരുന്നുവെന്നും ഒന്നിച്ച് ജീവിക്കാൻ ഇനി സാധിക്കില്ല എന്നും ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. അതുലിന് മറ്റൊരു സ്ത്രീയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെ ചൊല്ലി ദമ്പതിമാർക്കിടയിൽ നിലനിന്നിരുന്ന തർക്കങ്ങളും മർദ്ദനത്തിന് കാരണമായിരുന്നു. അതേസമയം മുൻപ് വിവാഹ നിശ്ചയം കഴിഞ്ഞ യുവതി ജീവനൊടുക്കിയെന്ന പ്രചരണം ശരിയല്ലെന്നാണ് അതുലിന്റെ കുടുംബം പറയുന്നത്. സ്ത്രീധനം ചോദിച്ചിട്ടില്ല. ആരതിയുടെ വീട്ടുകാർ ഇഷ്ടപ്രകാരം നൽകിയ സ്വർണം മാത്രമാണ് ഉണ്ടായിരുന്നത്. വണ്ടിയെടുക്കാൻ ഇരുവരും ചേർന്നാണ് സ്വർണം പണയം വെച്ചതെന്നും അതുലിന്റെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. വർക്കല സ്വദേശി ആരതിയെ കഴിഞ്ഞ ദിവസമാണ് ആറ്റുകാൽ ചിറമുക്കിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് അതുലിനെ അറസ്റ്റ് ചെയ്തത്. 2024 ഡിസംബറിലായിരുന്നു ഇവരുടെ വിവാഹം. 6 മാസം മുൻപാണ് ഇവർ വാടക വീട്ടിലേക്ക് മാറിയത്. ആരതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു. ഇതിന്റെ ചിത്രങ്ങൾ ആരതി അമ്മയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. വ്യാഴാഴ്ചയും ദമ്പതിമാർ തമ്മിൽ വഴക്കുണ്ടായതായാണ് വിവരം. ഇതിന് പിന്നാലെയാണ് ആരതി ജീവനൊടുക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.